വിശദമായ വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുമായി റിമാൻഡ് റിപ്പോർട്ട്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തി. 2019 ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ വിഷയം അവതരിപ്പിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാറിന്റെ മൊഴിയിൽ പരാമർശമുണ്ടെന്നത് കഥകൾ മാത്രമെന്ന് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SIT കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറാണ് ഈ തട്ടിപ്പിന്റെ മുഴുവൻ ഗൂഢാലോചനയുടെ പിന്നിൽ എന്ന നിഗമനത്തിലേക്കാണ് SIT എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവും അതോടൊപ്പം സുധീഷ് കുമാറും നേരത്തെ നൽകിയ മൊഴിയിൽ പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതാണ്. അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടി വീണ്ടെടുത്ത ശേഷമാണ് പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി ഇന്നലെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട കണ്ടെത്തൽ പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ്. അതോടൊപ്പം പത്മകുമാർ അധ്യക്ഷനായിരിക്കെ ഈ സ്വർണം ഇവിടെ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വാതിൽപ്പാളിയും സ്വർണ്ണപ്പാളിയും അടക്കം അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ബോർഡ് അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. അതായത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ചർച്ച നടന്നത്. പക്ഷേ ബോർഡ് അംഗങ്ങൾ ഇതിനെ എതിർത്തു. കൃത്യമായ കീഴ്വഴക്കങ്ങൾ ഇല്ലാതെ ഈ വാതിൽപ്പാളിയും കട്ടളപ്പാളിയും അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നൊരു നിലപാട് ബോർഡ് അംഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. അതോടെ ബോർഡ് അംഗങ്ങളുടെ അനുമതിയോടെ ഈ കാര്യം താൻ ഉദ്ദേശിക്കുന്ന പദ്ധതി നടപ്പാകില്ല എന്ന് മനസ്സിലാക്കിയ പത്മകുമാർ പിന്നീട് ഉദ്യോഗസ്ഥ സഹായം, അതായത് സുധീഷ് കുമാറിന്റെയും മുരാരി ബാബുവിന്റെയും സഹായം തേടുകയായിരുന്നു. അങ്ങനെയാണ് ചെമ്പിൽ സ്വർണം പൂശിയ ചെമ്പ് എന്നുള്ളിടത്ത് സ്വർണം പൂശിയ എന്ന വാക്ക് മാറ്റി ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തി മിനിറ്റ്സ് ബുക്കിൽ കൃത്രിമം കാണിച്ച് അവിടെ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിട്ടത് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനയുടെ മുഴുവൻ കേന്ദ്രബിന്ദു A. പത്മകുമാറാണ് എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് SIT ഇപ്പോൾ എത്തുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻ മന്ത്രി കൂടിയായ 2019 ദേവസ്വം ബോർഡിന്റെ ചുമതലയിലുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ ഇന്നലെ മുതൽ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു വിശദാംശങ്ങളും നിലവിൽ ലഭ്യമല്ല എന്നാണ് SIT വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും ഇനി അങ്ങോട്ട് അന്വേഷണം ഏത് ദിശയിലായിരിക്കും പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് വിവരം. അതിനിടെ മുൻ ദേവസ്വം കമ്മീഷണറായ N. വാസുവിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇവർക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെ CPM നടപടിക്ക് സാധ്യത. നിലവിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. അറസ്റ്റ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുള്ള അറസ്റ്റുണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാനുള്ള വഴി യോഗത്തിൽ ചർച്ചയാണ്. BV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇപ്പോഴും യോഗം പുരോഗമിക്കുകയല്ലേ? ഏത് രീതിയിൽ പ്രതിരോധിക്കാനായിരിക്കും CPM ശ്രമിക്കുക? സംസ്ഥാന സെക്രട്ടറി യോഗം അല്പസമയത്തിലേക്ക് അവസാനിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാമെന്ന ചർച്ചകളാകും സംസ്ഥാന സെക്രട്ടറിയിൽ ഉണ്ടാകുക. കാരണം ആദ്യഘട്ടത്തിലെ അറസ്റ്റൊക്കെ കോൺഗ്രസ് അനുഭാവികളായ ഉദ്യോഗസ്ഥരായിരുന്നു എന്നൊരു വിശദീകരണമാണ് CPM നൽകിയത്. എന്നാൽ പിന്നീട് N. വാസുവിന്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ കൈവിട്ടുപോയി. വാസുവിന് വേണമെങ്കിൽ ഒരു പ്രാദേശിക നേതാവെന്നോ ഉദ്യോഗസ്ഥരെന്നൊക്കെ പറഞ്ഞ് CPMന് ആ രീതിയിലും മാറ്റി നിർത്താൻ കഴിയുമായിരുന്നു. പക്ഷേ പത്മകുമാറിന്റെ അറസ്റ്റ് അക്ഷരാർത്ഥത്തിൽ CPMനെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ ജില്ലാ സെക്രട്ടറി അംഗവും CPM തന്നെ MLAയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആക്കിയ ആളാണ്. അത്തരമൊരാൾ ഇങ്ങനൊരു മോഷണക്കേസിൽ, അതും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കേസിൽ വരുമ്പോൾ CPMന് വലിയ തിരിച്ചടിയാണതെന്നത് വസ്തുതയാണ്. അതെങ്ങനെ മറികടക്കാനാകുമെന്ന കാര്യമാകും പ്രധാനമായും ചർച്ച ചെയ്യുക. പത്മകുമാറിന് നടപടി ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയാണ് പത്മകുമാറിന് നടപടിയെടുക്കേണ്ടത്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അനുമതി അതിനാവശ്യമുണ്ട്. ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ പക്ഷേ അത്തരം കാര്യങ്ങളും ചർച്ചയായേക്കാം. ഈ അന്വേഷണം എവിടം വരെ പോകുമെന്ന കാര്യം CPMനെ ആശങ്കയിലാക്കുന്നുണ്ട്. നേരത്തെ
മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോഴത്തെ മന്ത്രിയും ഒക്കെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷവും ബിജെപിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കു പോകുന്ന കാര്യത്തിൽ ഇപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രതികരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയൊക്കെ തടസ്സങ്ങളുണ്ട്, പരിമിതികളുണ്ട്. പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. ഏതായാലും മന്ത്രി ഇന്ന് ശബരിമലയിലേക്ക് പോവുകയാണ്. അദ്ദേഹം അവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തും. ഏതായാലും ഈ സംസ്ഥാന സെക്രട്ടറിയും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരിക്കണം. വളരെ മീഡിയ ബ്രീഫിംഗ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോടതി അനുമതി. രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരിച്ചൂടെ? ഈ പത്മകുമാറിന്റെ അറസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യം പറയാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞാൽ പിന്നെ അതനുസരിച്ച് അതുതന്നെയാണ് പ്രതികരണം. കോടതിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിലക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കഴിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണെങ്കിൽ പോലും യോഗങ്ങളിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി അദ്ദേഹം ശബരിമല സന്നിധാനത്തേക്ക് പോകുന്നത്. ഏതായാലും പത്മകുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി അവസാനിച്ചിരിക്കുന്നു. എന്താണ് തീരുമാനം വരാൻ പോകുന്നത്? ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടേക്കാം. പത്മകുമാറിന്റെ എതിരെയുള്ള നടപടിയുടെ കാര്യത്തിലും ഒരു തീരുമാനം, പ്രഖ്യാപനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതാണ് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്ക് വരും ജനങ്ങളുടെ മുന്നിലേക്ക്. ആ സാഹചര്യത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ നീങ്ങിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഇപ്പോൾ മുന്നോട്ട് പോകാനൊരു സാധ്യതയുള്ളൂ എന്ന് വേണമോ കരുതാൻ? ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ മന്ത്രി വി എൻ വാസവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം ശബരിമലയിലേക്ക് പോവുകയാണ്. മറ്റ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇപ്പോഴില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. കോടതി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. ഇപ്പോൾ വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും ജനങ്ങളുടെ മുന്നിലേക്ക് വരും, ചർച്ചയാകും. ഈ ഒരു വലിയ പ്രതിസന്ധി മറികടക്കാൻ പത്മകുമാറിനെതിരെ ഒരു നടപടി, അതിലേക്ക് CPM നീങ്ങുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. അത് ഏത് ഘടകമാണ്? അദ്ദേഹം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലാ ഘടകമാണ് നടപടി എടുക്കേണ്ട നിലപാട് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചേക്കാം. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിലൂടെ അനുമതിയോടുകൂടി, അദ്ദേഹം മുൻ MLA ആയിരുന്നു, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അധ്യക്ഷനൊക്കെ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടുകൂടി നടപടിയെടുക്കുമെന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് അവിടുത്തെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു നടപടി കൊണ്ട് മാത്രം മാറ്റാൻ കഴിയുന്ന മുറിവല്ല പത്മകുമാറിന്റെ അറസ്റ്റ് CPMന് ഉണ്ടാക്കുന്നതെന്ന് വ്യക്തമാണ്. അതിന് കാരണം അദ്ദേഹം ആ രീതിയിൽ CPMന്റെ മുഖമായി തെക്കൻ ജില്ലകളിലെങ്കിലും നിറഞ്ഞു നിന്ന നേതാവ്